ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നു. പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് മലപ്പുറത്തെ +1 സീറ്റുകളുടെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള തീരുമാനമാണ്. ഇതിൽ സർക്കാർ സ്കൂളുകളിൽ 30% സീറ്റുകൾ +1 കൂട്ടും. മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് +1 കൂട്ടാനാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനം. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുൻ വർഷങ്ങളിൽ ഇത് വലിയ വിമർശനമുണ്ടാക്കിയ കാര്യമാണ്. മലപ്പുറത്ത് ആവശ്യത്തിന് +1 സീറ്റുകളില്ല, പ്രത്യേകിച്ച് മലബാറിലെ മറ്റു മേഖലകളിലും ആവശ്യത്തിന് +1 സീറ്റുകൾ ഇല്ല എന്നുള്ള കാര്യം. ഇത്തവണ 10ാം ക്ലാസിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു തീരുമാനം എടുത്തല്ലോ സീറ്റ് കൂട്ടുവാൻ. ഇതിപ്പോൾ ഈ ജനപ്രതിനിധികളൊക്കെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം കൂടി പരിഗണിച്ചാണോ? ഇത് പര്യാപ്തമാണോ ഇപ്പോഴത്തെ നിലയിൽ ഈ 30%-വും 20%-വും കൂട്ടുന്നത്? മഞ്ജുഷ, 8ാം തീയതി SSLC ഫലം വരികയാണ്. ജൂൺ ആദ്യവാരം 2ാം വാരമോ +1 പ്രവേശന നടപടികൾ ആരംഭിക്കും. എല്ലാ വർഷത്തെയും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഇത്തരത്തിൽ +1 പ്രവേശന പ്രതിസന്ധി എന്നുള്ളത്. അത് പൂർണ്ണമായി പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മലബാർ മേഖലയിൽ പൊതുവിലും +1 സീറ്റുകളുടെ വലിയ കുറവ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. വലിയ പ്രതിഷേധത്തിനും സമരങ്ങൾക്കും ഒക്കെ അത് കാരണമാകാറുണ്ട്. അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂൾ 20% സീറ്റ് വർദ്ധിപ്പിക്കാനാണ്. പലപ്പോഴും അഡീഷണൽ ബാച്ചുകളൊക്കെ അനുവദിച്ചാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും എല്ലാ തവണയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് പൂർണ്ണമായും കഴിയാറില്ല. ഇപ്പോൾ കുറച്ചു നേരത്തെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ ഒരു പരിധിവരെ +1 പ്രവേശന പ്രതിസന്ധി മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അപ്പോഴും കൃത്യമായ എണ്ണം, എത്ര സീറ്റ് ഉണ്ടാകും, ഫലപ്രഖ്യാപന ശേഷം മാത്രമേ എത്ര സീറ്റുകൾ ആവശ്യം വരും, അതിലെത്ര ഉണ്ട്, ഇനി ഇപ്പോഴത്തെ വർധന എത്രത്തോളം സഹായകമാകുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകുകയുള്ളൂ. ശരി, എന്തായാലും SSLC ഫലം വരുന്നതിന് മുൻപ് തന്നെ +1 സീറ്റ് കൂട്ടുവാനുള്ള, അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ +1 സീറ്റുകൾ കൂട്ടുവാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിൽ